മനേറാസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ ചൊരയ്ക്ക കൊണ്ടൊരു പച്ചടി ഉണ്ടാക്കാം. നിങ്ങൾ സാധാരണ കുമ്പളങ്ങ കൊണ്ടും വെള്ളരിക്ക കൊണ്ടൊക്കെ പച്ചടി ഉണ്ടാക്കാറുണ്ടായിരിക്കും. പക്ഷേ ഇതുകൊണ്ട് ആരും ഉണ്ടാക്കാറില്ല അധികം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കാം. ഇത് നിങ്ങൾക്കറിയാം, ചൊരയ്ക്കയുടെ കുറേ റെസിപ്പീസ് നമുക്ക് ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. ഇതിന് മുമ്പിൽ കാണാത്തവർ കാണുക. ഇത് വളരെ നല്ലതാണ്. വണ്ണം കുറയ്ക്കാനൊക്കെ, ശരീരത്തിലുള്ള നീരുകൾ കുറയാനും അതുപോലെ നമ്മുടെ വണ്ണം കുറയ്ക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ചാറൊക്കെ കുടിക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ ഇത് ക്ലീൻ ചെയ്ത് ഒരു ചെറിയ സൈസാണ്. ഞാൻ എത്ര കപ്പ് വരണമെന്ന് പറയാം. 1 kg ഇല്ല, ചെറിയ സൈസാണ്. ഞാൻ കട്ട് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കുക്കറിൽ വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അപ്പോൾ ഇത് എത്ര കപ്പ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കപ്പ് കൊണ്ട് അളന്ന് കാണിക്കാം. ഞാൻ ഇത് കുക്കറിൽ അളന്ന് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 3 കപ്പുണ്ട്. 3 കപ്പിനേക്കാളും ഒരു ശകലം കൂടുതലാണ്. 3 കപ്പ് എടുക്കാം. നിങ്ങൾക്ക് അല്പം അളവ് കൂടിയാലും കുറഞ്ഞാലും കുഴപ്പമില്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. ഒരു 2 പച്ചമുളക് കീറിയിടണുണ്ട്. ഇതിലേക്ക് ഒരു കാൽ കപ്പില്ല, ഒരു ശകലം വെള്ളം ഒഴിക്കാമെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വെള്ളം വരും. അതുകൊണ്ട് ഒരു ശകലം വെള്ളം ഒഴിച്ച് എല്ലാം മിക്സ് ചെയ്ത് സ്റ്റൗ കത്തിച്ച് ഒരു വിസിൽ വെച്ചെടുക്കാം. നമുക്ക് കുക്കറിൽ അത് കുക്കാകുന്ന സമയം കൊണ്ട് മസാല റെഡിയാക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന ചുരക്കയുടെ എമൗണ്ട് നോക്കി കൂടാനോ കുറയ്ക്കാനോ സാധ്യത ഉണ്ട്. അപ്പോൾ നമുക്കിത് 1 കപ്പ് തേങ്ങയുടെ കൂടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇടുന്നുണ്ട്. അവിടെ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, എന്നാൽ ഒരു പച്ചമുളക് ഇടുന്നുണ്ട്. ഇത്രയും നമുക്ക് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് അരച്ചിട്ട് കുറച്ച് കടുക് ആഡ് ചെയ്യണം ഇതിൽ. അപ്പോൾ ഇത് ഒരുവിധം അരഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ഇടുകയാണ്. കടുക് നേരത്തെ ഇടാത്തത് നല്ലപോലെ അരയരുത്. കടുക് ഒരുവിധം മാത്രം അരയണം. അതുകൊണ്ട് ഇനി ഒന്നുകൂടെ ഒരു ചുറ്റിയിട്ട് എടുക്കാം. ഇവിടെ ഇതൊക്കെ പ്രഷർ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അതുപോലെ കുക്കായിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് വിടാം. അതിൻ്റെ വെള്ളം മൊത്തം ഒന്ന് വറ്റണത് വരെ ഒന്നുകൂടെ കുക്ക് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന മസാല ആഡ് ചെയ്യാം. മസാല നല്ല മഷി പോലെയല്ല, ഒരുവിധം ഒന്ന് തോരത്തിൻ്റെയൊക്കെ പോലെ കുറച്ചുകൂടെ അരഞ്ഞിട്ടുണ്ട്. ആഡ് ചെയ്യാം. എല്ലാം മിക്സ് ചെയ്ത് ഞാൻ എക്സ്ട്രാ വെള്ളം ഒഴിച്ചില്ല. കുക്ക് ചെയ്യുമ്പോൾ ഒഴിച്ച് അല്പം 1/4 ഗ്ലാസ് അല്ല, 1/4-നെക്കാളും താഴെയാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ ഉപ്പ് നോക്കുക. നിങ്ങൾക്ക് എരിവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ 2 പച്ചമുളക് കീറിയിട്ടാൽ മതിയാകും. നമുക്കിതിൽ തൈര് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ ഉപ്പ് നോക്കുക. എനിക്കിപ്പോൾ എല്ലാം കറക്റ്റാണ്. ഞാൻ ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ പോകണം. നല്ലപോലെ തിക്കാണെന്ന് പറഞ്ഞാൽ തൈര് ഒഴിക്കണം. തൈര് ഒഴിക്കുമ്പോൾ ഇനി ലൂസാകും. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം നമുക്ക്. മനേറാസ് ബോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ബെൽ ബട്ടൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. അത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. ഞാൻ ഇനി സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇത് ശകലം തണുത്തിട്ട് ഇതിൽ 1 കപ്പ് തൈര് ഒഴിക്കാം നമുക്ക്. നിങ്ങൾക്ക് തൈര് അല്പം കൂടിയാലും കുറഞ്ഞാലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് തൈര് ഒഴിക്കാം. അതുപോലെ മസാലകൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. ഞാൻ ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് അല്പം തണുത്തിട്ട് 1 കപ്പ് തൈര് ഒഴിക്കാൻ പോവാണ്. ഞാൻ ഇപ്പോൾ തൈര് ആഡ് ചെയ്യുകയാണ്. ഇത് വലിയ പുളിയില്ലാത്ത തൈരാണ്, പക്ഷേ പുളിയുള്ള തൈരാണ് വേണ്ടത്. എൻ്റെ കയ്യിൽ അല്പം പുളി കുറഞ്ഞതാണ്. അതുകൊണ്ട് അല്പം അധികം ആഡ് ചെയ്യണമുണ്ട്. നിങ്ങളുടെ അടുത്ത് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ നോക്കി ആഡ് ചെയ്താൽ മതിയാകും. നമുക്കിനി ഇതിലേക്ക് വറ്റൽമുളകും കരിവേപ്പിലയും കടുകും പൊട്ടിച്ച് ഒഴിക്കാം. നിങ്ങൾ പൊട്ടിക്കണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ പൊട്ടിച്ചൊഴിച്ചാൽ കുറച്ചുകൂടെ സ്വാദ് കൂടും. ഞാൻ പൊതുവെ പൊട്ടിക്കാറില്ല, പക്ഷേ ഇന്ന് ഞാൻ പൊട്ടിച്ചൊഴിച്ച് നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. നമ്മുടെ ടേസ്റ്റിയായ ചുരയ്ക്ക പച്ചടി കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. വളരെ എളുപ്പമാണ് കുക്കറിൽ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട്. നിങ്ങൾ മസാല അരയ്ക്കുമ്പോൾ ആ കടുക് സ്കിപ്പ് ചെയ്യാതെ അരയ്ക്കുക. പിന്നെ തൈര് നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്